ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 4G വണ്ടിയുടെ ക്ലച്ച് സൈഡ് ജർക്കിങ്. അതായത് വണ്ടി സ്ലോയിലായിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഹാൻഡിൽ കിടന്ന് വിറയ്ക്കുക, ജർക്ക് ചെയ്യുക. അതേപോലെ തന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി സ്ലോ ആക്കിയിട്ട് ഏകദേശം ഒരു ഐഡ്ലിങ്ങിലേക്ക് വന്നിട്ട് പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ജർക്ക് ചെയ്യുക. അതാണ് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞാണ്. അപ്പോൾ നിലവിൽ ഹാൻഡിലാണ് ജർക്കിങ് കാണിക്കണമെങ്കിലും അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കാരണം ക്ലച്ചിനകത്താണ് കേട്ടോ. അപ്പോൾ ഇതെന്താ അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ക്ലച്ച് ഔട്ടറും ക്ലച്ച് ഷൂവും തമ്മിൽ കൃത്യമായിട്ട് ഔട്ടറിൻ്റെ ഉള്ളിൽ പിടിക്കാതെ വരുമ്പോൾ തന്നെ മിസ്റ്റേക്കാണ്. അത് രണ്ട് രീതിയിൽ വരാം. ഒന്ന് നമുക്ക് ഈ ക്ലച്ച് ഷൂവിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് വരാം, ക്ലച്ച് ഔട്ടറിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് വരാം. ഇപ്പോൾ ക്ലച്ച് ഷൂവിന് അത്യാവശ്യം നിലവിൽ നമുക്കിതിനകത്ത് ക്ലീൻ ചെയ്ത് ഇടാനൊക്കെ ഉള്ളത് കൊണ്ട് ക്ലച്ച് ഷൂ നമ്മൾ പഴയ തന്നെ യൂസ് ചെയ്തേക്കണേ. ക്ലച്ച് ഔട്ടറും നമ്മൾ മാറ്റിയിട്ടില്ല. ക്ലച്ച് ഔട്ടർ നമ്മളിത് കൊണ്ടുപോയിട്ട് ലെയ്ത്തിൽ കൊടുത്തൊന്ന് പോളിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പോളിഷ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യണേ. ഞാൻ അങ്ങനെ ചെയ്തേക്കണതിൻ്റെ കാരണം വെച്ചാൽ മാറ്റാണെങ്കിൽ രണ്ടും കൂടി ഒപ്പം മാറ്റിക്കളയാം. അതായത് ക്ലച്ച് ഔട്ടറും ക്ലച്ച് ഷൂ കൂടി മാറ്റിയാലാണ് സക്സസ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്കൊരു ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിലാണ് ക്ലച്ച് ഔട്ടർ പോളിഷ് ചെയ്ത് കയറ്റിയേക്കണേ. നിലവിൽ സാധാരണ വണ്ടി കുറേ ഓടി പൊടി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുമ്പോഴാണ് സാധാരണ രീതിയിൽ ക്ലച്ച് ജർക്കിങ് കാണിക്കുക. ഇതിനെങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച് മെക്കാനിക്കിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. പരമാവധി ചെയ്യാവുന്നത് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇപ്പോൾ പോളിഷ് ചെയ്യാനുള്ളത് പോളിഷ് ചെയ്ത് റീസെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ് വീണ്ടും കംപ്ലയിൻറ്റ് കാണിച്ചാൽ ഈ ഇരിക്കുന്ന ക്ലച്ച് ഷൂവും ക്ലച്ച് ഔട്ടർ അടക്കം മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. അതാണ് അതിനൊരു സൊല്യൂഷൻ ഉള്ളൂ കേട്ടോ. അതങ്ങനെ വരുമ്പോഴത്തേക്കും ക്ലച്ച് ഷൂ തന്നെ ഏകദേശം ഒരു 1500 അടുത്ത് വരും. ഈ 3 വെയിറ്റ് വരുമ്പോൾ 1500 അടുത്ത് വരുന്നുണ്ട്. ഏകദേശം ക്ലച്ച് ഔട്ടറിനും ഏകദേശം ഒരു 1000 താഴെ ക്ലച്ച് ഔട്ടറും വരും. അപ്പോൾ അത്രയും പൈസ ചിലവുള്ളത് കൊണ്ടാണ് ആദ്യം നമ്മൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഏകദേശം ഞാൻ ഒരു 4:30 ആകുമ്പോഴത്തേക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലേറ്റിൽ നമുക്കിപ്പോൾ ഐറ്റം കിട്ടിയിട്ടുള്ളൂ. ഞാൻ പോളിഷ് ചെയ്ത് ഐറ്റം കിട്ടി നമ്മളിപ്പോൾ സെറ്റ് ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത്രയാണ് ചെയ്യാൻ പറ്റുക. ഓക്കെ.